ഭഗവത്ഗീതയുടെ 3-ാമത്തെ അധ്യായം കർമ്മയോഗം. ആ കർമ്മയോഗത്തിലെ നമ്മുടെ ഡിവോഷണൽ സർവീസ് സെക്ട് പ്രാക്ടിക്കൽ എക്സാമ്പിൾ എന്ന ശ്ലോകങ്ങളിലൂടെയാണ് പോകുന്നത്. അപ്പം അതിലെ 27-28 ശ്ലോകത്തിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പം ഒരു കർമ്മവും നമ്മുടെ ഡ്യൂട്ടിയും അതെങ്ങനെ ചെയ്യണമെന്നും ഒക്കെയാണ്. അപ്പൊ അടുത്ത 2 ശ്ലോകങ്ങൾ ഇതിനകത്ത് എല്ലാ ശ്ലോകങ്ങളും ഒന്നിനൊന്ന് കോമ്പറ്റീഷൻ മാതിരിയാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതാണ് പ്രാധാന്യപ്പെട്ടതല്ലാത്തത് എന്ന് നമുക്ക് സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എല്ലാം, അതായത് 2-3 അധ്യായങ്ങൾ നമ്മൾ പൂർണ്ണമായും നല്ലതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള ശ്ലോകങ്ങളിൽ ഭഗവാനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് വെറുതെ ഒരു ടൈം പാസിനോ അല്ലെങ്കിൽ മറ്റ് എൻഗേജ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് വന്നിരിക്കുന്നതായിട്ടോ വിചാരിക്കരുത്. മാത്രമല്ല, അതിലുപരിയായിട്ട് ഇത് നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ചാൻസ് ആണ്. എങ്ങനെ? ഭഗവാനെ കാണാനുള്ള ചാൻസ് ആണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഭഗവത്ഗീത വായിക്കുന്നതിലൂടെ ഭഗവാനെ കാണുമ്പോൾ നമ്മളതൊരു ഓപ്ഷൻ ആയിട്ട് എടുക്കരുത്. അതായത് എനിക്ക് എന്നൊരു എക്സ്ക്യൂസ് കിട്ടണം, എനിക്ക് മറ്റു പല കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ അടുത്ത ആഴ്ച പങ്കെടുക്കാം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കുന്നത് ഭഗവാനെ കാണാൻ നമ്മൾ ഓപ്ഷൻ എടുക്കുന്നു എന്നുള്ളതാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, അടുത്ത ശ്ലോകത്തിലൂടെ നമുക്കത് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതുകൊണ്ട് എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സമയം അതെനിക്ക് ഭഗവാനെ കാണാനുള്ളതാണ്. ഞാൻ ഭഗവത്ഗീത പഠിക്കാനോ അല്ലെങ്കിൽ ഭക്തിക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഞാൻ ജപിക്കാനോ എന്നല്ല ചിന്തിക്കുക. ഞാൻ ഈ 1 മണിക്കൂർ ഭഗവാനുമായിട്ട് കൺവേഴ്സേറ്റ് ചെയ്യും, ഭഗവാനെ കാണും. അത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നുള്ളത് അടുത്ത ശ്ലോകത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഹരേ കൃഷ്ണ. 27-28. 27-ാമത്തെ ശ്ലോകം. പ്രകൃതി ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. അതാ ഞാൻ പറഞ്ഞത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്ലോകമാണ്. ഇത് നമുക്കെല്ലാം നമുക്കെന്നുള്ളതല്ല, എനിക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ശ്ലോകം എന്ന് പ്രത്യേകിച്ച് പറയാം. പ്രകൃതേ ക്രിയമാണാനി പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ ഗുണൈ കർമാണി സർവശഃ അഹങ്കാരം വിമൂഢാത്മാ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ കർത്താഹമിതി മന്യതേ. ശബ്ദാർത്ഥം പ്രകൃതിയുടെ ഗുണൈഹി ഗുണങ്ങളാൽ സർവശഃ സർവപ്രകാരേണയും കർമാണി കർമ്മങ്ങൾ ക്രിയമാണാനി ചെയ്യപ്പെടുന്നു അഹങ്കാര വിമൂഢാത്മ മിഥ്യ അഹങ്കാരം കൊണ്ട് വിമൂഢനായവൻ അഹം ഞാനാണ് കർത്ത ഇതി കർത്താവെന്ന് മന്യതി വിചാരിക്കുന്നു.
വിവർത്തനം ആവർത്തനത്തോടെ ശീലഭൂപാതയ്ക്ക് ചെയ്യും. മിഥ്യാഹങ്കാരത്തിന്റെ പ്രഭാവത്താൽ മോഹിതനായ ജീവാത്മാവ് താനാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് ചിന്തിക്കുന്നു. വാസ്തവത്തിൽ പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ് അവൻ നിർവഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് എനിക്ക് ആപ്ലിക്കബിൾ ആണ്. ഞാനാണ് എല്ലാം ചെയ്യുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്നു. മിഥ്യാഹങ്കാരത്തിന്റെ പ്രഭാവത്താൽ മോഹിതനായ ജീവാത്മാവ് താനാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് ചിന്തിക്കുന്നു. വാസ്തവത്തിൽ പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ് അവ നിർവഹിക്കുന്നത്. പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. മാതാജി വണ്ടിയാണ്, വായിക്കാൻ പറ്റും എന്നറിയില്ല. ഓക്കെ, വായിക്കാം പ്രഭു. വെരി ഗുഡ്. ഓക്കെ, ഹരേ കൃഷ്ണ, വായിച്ചു. ഹരേ കൃഷ്ണ. പ്രകൃതേ ക്രിയമാനാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹം ഇതി മന്യതേ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ജയപ്രകാശ് പ്രഭു. 3:27. 3:27. ജയപ്രകാശ് പ്രഭു. ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ. ഓഡിയോ സൗണ്ട് കുറവാണ്. ജയപ്രകാശ് പ്രഭു. ഹരേ കൃഷ്ണ. വോളിയം കുറവാണെന്ന് തോന്നുന്നു. മാതാജി ചൊല്ലിയോ? പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ആമി. ഹരേ കൃഷ്ണ. പ്രകൃതാ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹം ഇതി മന്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമതി മന്യതേ. ഹരേ കൃഷ്ണ. അച്ഛനില്ലേ അവിടെ? വെളിയിലോട്ട് പോയി ഒന്ന്. ഓക്കെ, ഹരേ കൃഷ്ണ. നന്നു. ഹരേ കൃഷ്ണ. പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർമാഹമിതി മന്യതേ. കർത്താഹമിതി മന്യതേ. പ്രകൃതി ക്രിയമാനാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹം ഇതി മന്യതേ. പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹം ഇതി മന്യതേ. പ്രകൃതേ ക്രിയമാനാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹം ഇതി മന്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുരേഷ് ഗോപി പ്രഭു അവർകള്. ഹരേ കൃഷ്ണ പ്രഭു, ഞാൻ വണ്ടിയുടെ അകത്താണ്. നോ ഇഷ്യൂ, നോ ഇഷ്യൂ. വെരി ഗുഡ്. എന്നാലും കേൾക്കുന്നുണ്ടല്ലോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിപിൻ പ്രഭു ചെല്ലിയോ? പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമതി മന്യതേ. സുശീം പ്രഭു. പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. ഹരേ കൃഷ്ണ. നിവേദ്.
प्रकृते क्रियमाणानि गुणे कर्माणि सर्वशः अहंकार विमूढात्मा कर्ताहम् इति मन्यते. ഹരേ കൃഷ്ണ. ഇന്ദു കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം ചെല്ലാൻ പറ്റുമോ? ചെല്ലാം. ഓക്കെ. പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഒരുമിച്ച് വായിക്കാം ഈ ശ്ലോകം. 1 2 3 4 സ്റ്റാർട്ട്. പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. മിഥ്യാഹങ്കാരത്തിന്റെ പ്രഭാവത്താൽ മോഹിതനായ ജീവാത്മാവ് താനാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് ചിന്തിക്കുന്നു. വാസ്തവത്തിൽ പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ് അവ നിർവഹിക്കുന്നത്. ഭാവാർത്ഥം ബൈ ഹിസ്രി ശീല പ്രഭുപാദ കി ജയ്. ജയപ്രകാശ് പ്രഭു. ജയ് ശ്രീല പ്രഭുപാദ. കൃഷ്ണാവബോധമുള്ള ഒരാളും ഭൗതിക ചിന്താഗതിയുള്ള മറ്റൊരാളും ഒരേ നിലയിൽ ഒരേ രംഗത്ത് പ്രവർത്തിക്കുന്നതായി തോന്നാം. എന്നാൽ അവരുടെ നിലപാടുകൾക്ക് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഭൗതിക വിഷയങ്ങളിൽ തൽപരനായ മനുഷ്യന് താനാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതെന്ന മിഥ്യാഹംഭാവമുണ്ട്. ശരീരയന്ത്രം പ്രകൃതി നിർമ്മിതമാണെന്നും ഭഗവാന്റെ മേൽനോട്ടത്തിലാണ് അത് പ്രവർത്തിക്കുന്നതെന്നും അവൻ അറിഞ്ഞുകൂടാ. ചുരുക്കത്തിൽ താൻ കൃഷ്ണന്റെ നിയന്ത്രണത്തിന് അതീതനാണെന്ന് ആ ഭൗതികവാദിക്ക് അറിഞ്ഞുകൂടാ. മിഥ്യാഹങ്കാരത്താൽ എല്ലാ പ്രവൃത്തികളുടെയും കർത്തൃത്വം തനിക്കാണെന്ന് അയാൾ അവകാശപ്പെടുന്നു. അജ്ഞാനത്തിന്റെ ലക്ഷണമാണിത്. സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾ ഭഗവതാജ്ഞ അനുസരിച്ച് ഭൗതിക പ്രകൃതി നിർമ്മിച്ചവയാണെന്നും അതുകൊണ്ട് ശാരീരികവും മാനസികവുമായ ഏത് പ്രവൃത്തികളും കൃഷ്ണാവബോധത്തോടെ ശ്രീകൃഷ്ണ സേവനം എന്ന നിലയിൽ ചെയ്യപ്പെടേണ്ടതാണെന്നും അവൻ അറിയുന്നില്ല. ഏറെക്കാലമായി ഇന്ദ്രിയങ്ങളെ സുഖഭോഗങ്ങൾക്കായി ദുരുപയോഗപ്പെടുത്തി പോന്നതിനാൽ മനുഷ്യൻ അഹങ്കാരത്താൽ വ്യാമോഹിതനായി കൃഷ്ണനും താനുമായുള്ള ശാശ്വത ബന്ധം മറന്നുപോയിരിക്കുന്നു. ഋഷികേശൻ അഥവാ ഇന്ദ്രിയങ്ങൾക്ക് അധിപതിയാണ് ഭഗവാനെന്നും അവൻ ഓർക്കുന്നില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ മിഥ്യാഹങ്കാരത്തിന്റെ പ്രഭാവത്താൽ മോഹിതനായ ജീവാത്മാവ് താനാണ് കർമ്മങ്ങൾ ചെയ്തതെന്ന് ചിന്തിക്കുന്നു. വാസ്തവത്തിൽ പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ് അവ നിർവഹിക്കുന്നത്. വീണ്ടും പറയുന്നു, സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾ ഭഗവത് ആജ്ഞ അനുസരിച്ച് ഭൗതിക പ്രകൃതി നിർമ്മിച്ചവയാണെന്ന്. അതുകൊണ്ട് ശാരീരികവും മാനസികവുമായ ഏത് പ്രവർത്തികളും കൃഷ്ണാവബോധത്തോടെ ശ്രീകൃഷ്ണ സേവനം എന്ന നിലയിൽ ചെയ്യപ്പെടേണ്ടതാണെന്നും അവൻ അറിയുന്നു. ഏറെക്കാലമായി ഇന്ദ്രിയങ്ങളെ സുഖഭോഗങ്ങൾക്കായി ദുരുപയോഗപ്പെടുത്തിപ്പോന്നതിനാൽ മനുഷ്യൻ അഹങ്കാരത്താൽ വ്യാമോഹിതനായി കൃഷ്ണനും താനുമായുള്ള ശാശ്വത ബന്ധം മറന്നുപോയിരിക്കുന്നു. ഋഷികേശൻ അഥവാ ഇന്ദ്രിയങ്ങൾക്ക് അധിപതിയാണ് ഭഗവാൻ എന്നും അവൻ ഓർമ്മിക്കുന്നില്ല. അഹങ്കാരം വിമൂഢാത്മ, മായ കൊണ്ട് നമ്മളെല്ലാം മറക്കും. ഇവിടെ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾ ഭഗവത് ആജ്ഞയനുസരിച്ച് ഭൗതിക പ്രകൃതി നിർമ്മിച്ചവയാണെന്ന്. അപ്പം ഇവിടെ ഇന്ന് വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. ഇന്നെന്താ വിശേഷപ്പെട്ട ദിവസം? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു വിശേഷപ്പെട്ട ദിവസം, ഒരു കോമൺ ഫെസ്റ്റിവൽ, ആറ്റുകാൽ പൊങ്കാല. ആറ്റുകാൽ പൊങ്കാല. ആക്ച്വലി എന്താണ്? ദുർഗാ പൂജ. അതായത് പ്രകൃതി എന്ന് പറയുമ്പം അവിടെ ദുർഗാദേവി യോഗമായ ഇവിടെ വന്നിരിക്കുകയാണ്. ആ ദുർഗാദേവിയുടെ മടിയിലാണ് നമ്മൾ കിടക്കുന്നത്. അവിടെ ഭഗവാനുമായിട്ടുള്ള ശാശ്വതമായ ബന്ധം സ്ഥാപിച്ചെടുക്കുന്നതാണ് നമ്മുടെ ലക്ഷ്യം, വേണ്ടത്.
ആ സ്ഥാപിച്ചെടുക്കുക എന്ന ലക്ഷ്യം നമ്മൾ നിറവേറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ദുർഗാദേവി തന്നെ സംഹരിച്ചു കളയും. ഇത് ഒരു അനലിറ്റിക്കൽ സ്റ്റഡിയാണ്. ഭാഗവതത്തിൽ പറയുന്നതാണിത്. നമ്മള് ദുർഗാദേവിയുടെ മടിത്തട്ടിലാണ്. അവിടെ ഭഗവാനുമായിട്ടുള്ള ആ ശാശ്വത ബന്ധം നമ്മൾ സ്ഥാപിച്ചെടുക്കാൻ അവിടെ നിന്ന് ശ്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ദുർഗാദേവി തന്നെ സംഹരിച്ചു കളയും. ഇനി പിന്നോട്ട് നമ്മൾ നോക്കുക. പല ഗൃഹങ്ങളിലും ദുർഗാപൂജ നടത്തുന്നവരുണ്ട്. അതിൽപ്പെട്ട പല കുടുംബങ്ങളും അവസാനം യാതൊന്നും നേടാതെ, അതായത് ഇടക്കാലത്ത് ഒരു സാമ്പത്തികമായിട്ട് ഉയർച്ച വന്നിട്ടുണ്ടാവും, അതേസമയം അതുപോലെ അവസാന സമയത്ത് ഒരു വലിയൊരു പതനം സംഭവിച്ചിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. സുശിംപ്രഭു ഒരു ശ്ലോകം എടുത്തു വച്ചേക്കണേ. ലക്ഷ്മീ സഹസ്രം, ലാസ്റ്റ് ഗോവിന്ദമാതി പുരുഷം ഭജി. അതെ, ആയിരക്കണക്കിന് ദേവതമാരാൽ ലക്ഷ്മി ദേവികളാൽ സേവിക്കപ്പെടുന്ന ഭഗവാനെ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്തോളൂ. ഓക്കെ, അടുത്തൊരു ശ്ലോകം കൂടെ നമുക്ക് വായിക്കാം. തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോ ഗുണാഗുണേഷു വർത്തന്ത ഇതി മത്വാ ന സജ്ജതേ തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോ ഗുണാഗുണേഷു വർത്തന്തേ ഗുണാഗുണേഷു വർത്തന്ത ഇതി മത്വാ ന സജ്ജതേ. ശബ്ദാർത്ഥം ശ്രീലപ്രഭുപാദക്ക് ജി. മഹാബാഹു, അല്ലയോ മഹാബാഹു ആയവനെ, ഗുണകർമ്മ വിഭാഗയോഹോ, ഗുണാനുസൃതങ്ങളായ കർമ്മവിഭാഗങ്ങളുടെ, തത്വവിത്തു നിരപേക്ഷ തത്വം അറിയുന്നവനാകട്ടെ, ഗുണാഹ ഇന്ദ്രിയങ്ങൾ, ഗുണേഷു ഇന്ദ്രിയ സുഖങ്ങളിൽ, വർത്തന്ത് ഇതി വർത്തിക്കുന്നു എന്ന്, മത്വ മനസ്സിലാക്കിയിട്ട്, ന സജ്ജതേ ശക്തനാകുന്നില്ല. വിവർത്തനം ആവർത്തനത്തോടെ ശ്രീലപ്രഭുപാദക്ക് ജി. പരമസത്യം ഗ്രഹിച്ച ഒരാൾ ഭക്തിഭരിതമായ പ്രവൃത്തിയും ഫലാകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മവും തമ്മിലുള്ള വ്യത്യാസം നന്നായി അറിയുന്നു. അതുകൊണ്ട് അയാളുടെ മനസ്സ് ഇന്ദ്രിയങ്ങളിലോ അവയ്ക്ക് വേണ്ടുന്ന ഭോഗങ്ങളിലോ വ്യാപരിക്കുന്നില്ല. പരമസത്യം ഗ്രഹിച്ച ഒരാൾ ഭക്തിഭരിതമായ പ്രവൃത്തിയും ഫലാകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മവും തമ്മിലുള്ള വ്യത്യാസം നന്നായി അറിയുന്നു. അതുകൊണ്ട് അയാളുടെ മനസ്സ് ഇന്ദ്രിയങ്ങളിലോ അവയ്ക്ക് വേണ്ടുന്ന ഭോഗങ്ങളിലോ വ്യാപരിക്കുന്നു. തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോ ഗുണാഗുണേഷു വർത്തന്ത ഇതി മത്വാ ന സജ്ജതേ. ശില്പമാതാജി, ഹരേ കൃഷ്ണ. ശുചിപ്രഭു, ഹരേ കൃഷ്ണ, ചൊല്ലിക്കോളൂ. തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോ ഗുണാഗുണേഷു വർത്തന്ത ഇതി മത്വാ ന സജ്ജതേ. ജയപ്രകാശ് പ്രഭു. തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഃ ഗുണാഗുണേഷു വർത്തന്ത ഇതി മത്വാ ന സജ്ജതേ. തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഃ ഗുണാഗുണേഷു വർത്തന്ത ഇതി മത്വാ ന സജ്ജതേ. തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഃ ഗുണാഗുണേഷു വർത്തന്ത ഇതി മത്വാ ന സജ്ജതേ.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആ ആമി. ഹരേ കൃഷ്ണ. തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോ ഗുണഗുണേഷു വർത്തന്ത ഇതി മത്വാ ന സജ്ജത്തെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തത്വവിത്തു മഹാബോഹോ ഗുണകർമ്മ വിഭാഗയോഃ ഗുണഗുണേഷു വർത്തന്ത ഇതി മത്വാ ന സജ്ജത്തെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിപിൻ പ്രഭു. തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഃ ഗുണഗുണേഷു വർത്തന്ത ഇതി മത്വാ ന സജ്ജതേ. ഇസ്മയില്ലേ അവിടെ? ഇല്ല പ്രഭു, അകത്തപ്പ നാളെ പരീക്ഷ ആയതുകൊണ്ട്. ഓക്കെ. ഹരേ കൃഷ്ണ. നിവേദ്. ഹരേ കൃഷ്ണ. തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഃ ഗുണഗുണേഷു വർത്തന്ത ഇതി മത്വാ ന സജ്ജത്തെ. ഹരേ കൃഷ്ണ. നന്ദന. തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഃ ഗുണഗുണേഷു വർത്തന്ത ഇതി മത്വാ ന സജ്ജത്തെ. തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോ ഗുണഗുണേഷു വർത്തന്ത ഇതി മത്വാ ന സജ്ജതേ. തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോ ഗുണഗുണേഷു വർത്തന്ത ഇതി മത്വാ ന സജ്ജതേ. ഹരേ കൃഷ്ണ. അച്ഛൻ മീറ്റിംഗിലാണ്. ഹരേ കൃഷ്ണ. അതെ. എന്തു? തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഃ ഗുണഗുണേഷു വർത്തന്ത ഇതി മത്വാ ന സജ്ജതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശുഭമാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ. വായിക്കാൻ പറ്റുമോ? വായിക്കാം. ഓക്കെ. നിരപക്ഷ സത്യം അറിഞ്ഞവന് ഭൗതികതയുമായി ബന്ധപ്പെട്ടതുകൊണ്ടുള്ള തന്റെ കുഴപ്പം പിടിച്ച അവസ്ഥയെപ്പറ്റി നന്നായി അറിയാം. പരമദിവ്യോത്തമ പുരുഷന്റെ വിഭിന്ന അംശമാണ് താനെന്നും തന്റെ സ്ഥാനം ഭൗതിക ലോകത്തിലായിരിക്കരുതെന്നും അയാൾക്കറിയാം. സച്ചിദാനന്ദ സ്വരൂപനായ പരമപുരുഷന്റെ ഒരംശം എന്നതാണ് തന്റെ വ്യക്തിത്വം എന്നും ഭൗതികമാണ് ജീവിതം എന്ന ഭാവനയിൽ താൻ എങ്ങനെയോ കുടുങ്ങിപ്പോയതാണെന്നും അയാൾ മനസ്സിലാക്കുന്നു. വിശുദ്ധാവസ്ഥയിൽ അയാൾ ഭക്തിപൂർവകമായ ഭഗവത് സേവനത്തിലേക്ക് കർമ്മങ്ങളെ തിരിച്ചുവിടേണ്ടവനാണ്. അതുകൊണ്ട് അയാൾ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അങ്ങനെ സ്വാഭാവികമായി ക്ഷണികങ്ങളും ചുറ്റുപാടുകളെ ആശ്രയിച്ചുള്ളതുമായ ഭൗതികങ്ങളായ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അനാസക്തനാകുന്നു. തന്റെ ഭൗതിക ജീവിതാവസ്ഥ തികച്ചും ഭഗവാന്റെ നിയന്ത്രണത്തിന് അധീനമാണെന്ന് അയാൾക്ക് അറിയാവുന്നതിനാൽ ഭൗതിക പ്രവർത്തനങ്ങൾക്ക് ഒരിക്കലും അയാളെ അലട്ടാറില്ല. അവയെ ഈശ്വരാനുഗ്രഹങ്ങളായിട്ടാണ് അയാൾ കരുതുന്നത്. പരമസത്യത്തെ ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ എന്നിങ്ങനെ 3 ഭാവങ്ങളിൽ അറിയുന്നവനെ ശ്രീമദ് ഭാഗവതം തത്വവിത്ത് എന്ന് വിളിക്കുന്നു. പരമപുരുഷനുമായി തന്റെ ബന്ധത്തെ കുറിച്ചുള്ള വാസ്തവികാവസ്ഥ അയാൾ ശരിക്കും അറിഞ്ഞിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ഇവിടെ പരമസത്യം ഗ്രഹിച്ച ഒരാൾ ഭക്തിഭരിതമായ പ്രവൃത്തിയും ഫലാകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മവും തമ്മിലുള്ള വ്യത്യാസം നന്നായി അറിയുന്നു. അതുകൊണ്ട് അയാളുടെ മനസ്സ് ഇന്ദ്രിയങ്ങളിലോ അവയ്ക്ക് വേണ്ടുന്ന ഭോഗങ്ങളിലോ വ്യാപരിക്കുന്നില്ല. ഇവിടെ വീണ്ടും പറയുന്നു, തന്റെ ഭൗതിക ജീവിതാവസ്ഥ തികച്ചും ഭഗവാന്റെ നിയന്ത്രണത്തിന് അധീനമാണെന്ന് അയാൾക്കറിയാവുന്നതിനാൽ ഭൗതിക പ്രതിപ്രവർത്തനങ്ങൾ ഒരിക്കലും അയാളെ അലട്ടാറില്ല. അവയെ ഈശ്വര അനുഗ്രഹങ്ങളായിട്ടാണ് അയാൾ കരുതുന്നത്. ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, നിത്യഹങ്കാരത്തിന്റെ പ്രഭാവത്താൽ മോഹിതനായ ജീവാത്മാവ് താനാണ് കർമ്മങ്ങൾ ചെയ്തെന്ന് ചിന്തിക്കുന്നു. ഈ ഒരു പ്രശ്നമാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. എല്ലാം നമ്മൾ തന്നെ ആണ് ചെയ്യുന്നതെന്നുള്ള
ഇതെല്ലാം നമ്മുടെ കൈകളിലൂടെയാണ് പോകുന്നത് എന്നുള്ള ആ ഒരു മിഥ്യ അഹങ്കാരം അല്ലെങ്കിൽ മിഥ്യബോധം എന്ന് പറയും. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുക. നടന്നൊരു സംഭവമാണ് വർഷങ്ങൾക്ക് മുമ്പ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആ മാതാജിയുടെ പേര് പറയുന്നില്ല, പക്ഷെ എല്ലാവർക്കും അറിയാം, നല്ലതുപോലെ പാടുന്ന ഒരു മാതാജി. ഇവിടെ വന്ന സമയത്ത് എത്തിയ സമയത്ത് ഒരാൾ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുന്നു. അപ്പൊ ആ മാതാജി നേരത്തെ ഹരികൃഷ്ണ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നു. ഇവിടെ വരുന്നതിന് മുമ്പിട്ട്, ഈ രാജ്യത്ത് വരുന്നതിന് മുമ്പിട്ട് ഹരികൃഷ്ണ പ്രസ്ഥാനത്തിൽ ഉണ്ടായി. അപ്പൊ അവർക്ക് ഷെൽട്ടർ എടുക്കണം. അപ്പൊ ഷെൽട്ടർ എടുക്കുന്ന വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം. ഷെൽട്ടർ എടുക്കുന്ന സമയത്ത് അപ്പം അതിന്റെ ക്വസ്റ്റ്യന് ആൻസർ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു കോഴ്സ് ഉണ്ടല്ലോ, ഡിസേബിൾ കോഴ്സ്. ഇവിടെ ചെയ്തില്ല. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഡിസേബിൾ കോഴ്സ് ചെയ്യണം, എങ്ങനെയാണ്? അപ്പം അത് അറേഞ്ച് ചെയ്തു. അബുദാബിയിലൊരു പ്രഭു കൊണ്ടുപോയി. അവിടെ അബുദാബിയിലെ ഇത് വെച്ചിട്ട് അവിടെ വെച്ചിട്ട് ഡിസേബിൾ കോഴ്സിൽ ചേർന്നു. എല്ലാം ചെയ്തു വന്നു. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ആ ഒരു പോർഷൻ കഴിഞ്ഞുമല്ല. ഇനിയാണ് അതിന്റെ രസം വരുന്നത്. ഇത് ശ്യാമാദേശിൽ വെച്ചിട്ടാണ്, ശ്യാമാദേശ് അല്ല, സിലിക്കോണോയാസിസിൽ വെച്ചിട്ടാണ് ഇതിന്റെ ദീക്ഷ നടക്കുന്നത്, കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം ശ്യാമാദേശിന്റെ ഭക്തന്മാരുണ്ട്, ദാമോദർ ദേശിന്റെ ഭക്തന്മാരുണ്ട്, എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇതിനെ സെഗ്രിഗേറ്റ് ചെയ്യാണ്, സ്ഥലം സെഗ്രിഗേറ്റ് ചെയ്യുകയാണ്. അപ്പം ദാമോദർ ദേശി എന്ന് പറഞ്ഞ ആൾക്കാർ ഇവിടെ ഇരിക്കുക, ശ്യാമാദേശി എന്ന് വന്നിരിക്കുന്ന ആൾക്കാർ ഇവിടെ ഇരിക്കുക, ഇങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾ അതിന്റെ ചെറിയൊരു വോളണ്ടിയർ സേവയിലാണ് നിൽക്കുന്നത്. അപ്പം ദാമോദർ ദേശിന്റെ ആൾക്കാരെ വിളിച്ചിരുത്തി. അപ്പം ഈ മാതാജി ഉണ്ട്, ഈ മാതാജിയുടെ ലിസ്റ്റിൽ പെടുത്തിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പം ഈ മാതാജി അപ്പുറത്ത് ശ്യാമാദേശിന്റെ കോളത്തിൽ പോയിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ സ്ഥാനം ഇവിടെയാണ്. അല്ല, ഇവര് പറഞ്ഞു മാതാജി അവിടെ പ്രഭുവും മാതാജിമാരും വന്ന് പറഞ്ഞു അവിടെ വന്നിരിക്കാൻ പറഞ്ഞു, നിങ്ങൾ ശ്യാമാദേശിലാണ് അവിടെ ആദ്യം വന്നിരുന്നത്, അവിടെ വന്നിരിക്കാൻ പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞു നിങ്ങൾ ലിസ്റ്റ് പ്രകാരം ഇവിടെയാണ് ഇരിക്കേണ്ടതെന്ന്. അങ്ങനെ ആ മാതാജി ഇവിടെ വന്നിരുന്നു. വീണ്ടും ഈ മാതാജി വിളിക്കുന്നു, മാതാജി ഇവിടെ ഇരിക്കൂ, ഞങ്ങളുടെ കൂടെയാണ് ഇരിക്കേണ്ടത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ മാതാജി വീണ്ടും സഹായാവസ്ഥയോടെ അവിടെ പോയി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നത് ദൂരെ നിന്നൊരാൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരാണ്? ദാമോദർ ദേശിന്റെ ലീഡർ. അദ്ദേഹം വന്നു. വാട്ട് ഹാപ്പൻഡ് ചോദിച്ചു. അപ്പം അത് ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ വന്നത്? ദാമോദർ ദേശ്. ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അവിടെ ഇരിക്കാൻ പറഞ്ഞു. സിറ്റ് ദയർ. ഫിനിഷ്. പിന്നെ അവിടെ വേറെ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. ഇപ്പം രണ്ടിടത്താണെങ്കിലും ശ്യാമാദേശിന്റെ കോളത്തിലാണെങ്കിലും ദാമോദർ ദേശിന്റെ കോളത്തിലാണെങ്കിലും ഒരേ ഗുരുവിന്റെ കീഴിൽ മന്ത്രദീക്ഷ എടുക്കാൻ വന്നവരാണ് അവിടെ ഇരുന്നത്. ഈ ഒരു ചിന്തയില്ലാതെ എന്റെ ആളാണ്, എന്റെ കൂടെയാണ് ഇരിക്കേണ്ടെന്നുള്ള മിഥ്യാഹങ്കാരത്തോടെ ചെയ്ത ആ പ്രവർത്തനങ്ങളാണ്, ആ സീനാണ് നമ്മൾ അവിടെ കണ്ടത്. എന്തിനിങ്ങനെ വിളിച്ചിരുന്നു? എൻ്റെ അടുത്താണ് ഇരിക്കേണ്ടത്, എൻ്റെ ഗ്രൂപ്പിലാണ് വന്നിരിക്കേണ്ടതെന്ന് 2-3 പ്രാവശ്യം തിരിച്ച് വിളിച്ചുകൊണ്ട് പോകുന്നു. അപ്പം സ്പിരിച്വൽ പ്ലാറ്റ്ഫോമിൽ പോലും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, എൻ്റേതാണ്, എൻ്റെ മാത്രം ക്ലാസ്സിൽ വരണം എന്ന ആ ഒരു ഭാഗികമായ സ്വാർത്ഥമായ ഒരു ചിന്ത. അവിടെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്, അസൂയാരഹിതമായ ഭക്തിയുത സേവനം നമുക്ക് ആവശ്യമാണ് എന്നുള്ളത്. മിഥ്യ അഹങ്കാരത്തിന്റെ പ്രഭാവത്താൽ മോഹിതനായ ജീവാത്മാവ് താനാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് ചിന്തിക്കുന്നു. വാസ്തവത്തിൽ പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ് ചെയ്യുന്നത്. ആ ഗുണങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ, ഈ മായയുടെ പിടിയിൽ നിന്ന്, ദുർഗാദേവിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഭഗവാനുമായിട്ടൊരു ശാശ്വതമായ ബന്ധം സ്ഥാപിക്കണം. ഇവിടെ പ്രഭുപാദർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് in this material world everyone is struggling to survive.
അതിജീവനത്തിന്റെ പാതയിലാണ് നമ്മൾ. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ അതിജീവിക്കണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. എല്ലാം നമ്മുടെ കൈകളിലാണ് എന്ന് നമ്മൾ ചിന്തിക്കും. അതുകൊണ്ട് ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. മനുഷ്യ, നിനക്കത് തോന്നൽ മാത്രമേ ഉള്ളൂ. നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിനക്കൊരിക്കലും ആത്യന്തികമായിട്ടുള്ള ഒരു കാര്യത്തെ അതിജീവിക്കാൻ പറ്റത്തില്ല. ആ ഒരു നഗ്ന സത്യത്തെ അതിജീവിക്കാൻ പറ്റത്തില്ല. എന്താണ് ആ നഗ്ന സത്യം? എന്താണ് ആ നഗ്ന സത്യം? എന്താ നഗ്ന സത്യം? സുരേഷ് പ്രഭു അവർ പറയാൻ തോന്നുന്നു. ആ നാച്ചുറൽ ട്രൂത്ത് അല്ലെങ്കിൽ ആ നേക്കഡ് ട്രൂത്ത് എന്താണ്? അതിനെ നമുക്ക് ആർക്കും അതിജീവിക്കാൻ പറ്റത്തില്ല. എന്താണ്? കർമ്മബന്ധങ്ങളാകുന്ന സംസാര സാഗരത്തെ. കർമ്മബന്ധങ്ങൾ നമുക്ക് അതിജീവിക്കാൻ പറ്റും. പക്ഷെ ഒരു സത്യത്തിന് നമുക്ക് അതിജീവിക്കാൻ പറ്റത്തില്ല. അതിന് നമ്മള് മരണം. നീ എത്ര ഉയർന്നവനാണെങ്കിലും, നീ എത്ര ചെറിയവനാണെങ്കിലും, നീ എന്തൊക്കെ വാരിക്കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിലും നിനക്ക് ആ ഒരു സത്യത്തെ അവഗണിക്കാൻ പറ്റത്തില്ല. അതിനെ അതിജീവിക്കാൻ പറ്റത്തില്ല. ഹിരണ്യകശിപു, ഉദാഹരണം ഹിരണ്യകശിപു എത്രയോ വരങ്ങൾ വാങ്ങിച്ചു. എന്തിന്? മരണത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ട്. പ്രഭുപാദരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം മൊത്തം നിങ്ങൾ വൃത്തികെട്ട മലം കൊണ്ട് തേച്ച് ഒരു ഡേർട്ടി സ്മെല്ല്, അപ്പം അങ്ങനെയെങ്കിലും ഈ കാലപുരുഷനിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും എന്ന് ചിന്തിച്ചിട്ട് യമരാജൻ, ദ സൂപ്രണ്ടന്റ് ഓഫ് ഡെത്ത്, ആ യമരാജൻ നിന്ന് രക്ഷപ്പെടാൻ പറ്റും, ഈ ദുർഗന്ധം കേട്ടിട്ട് യമരാജൻ അടുക്കില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മലം ശരീരം മൊത്തം തേച്ചു കഴിഞ്ഞാൽ പോലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അപ്പം ആ ഡെത്ത് ഏത് രീതിയിലാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കുന്നത്. വേദന ഇവിടെ നമ്മൾ അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു. നിരപേക്ഷ സത്യം അറിഞ്ഞവന് ഭൗതികതയുമായി ബന്ധപ്പെട്ടതുകൊണ്ടുള്ള തന്റെ കുഴപ്പം പിടിച്ച അവസ്ഥയെപ്പറ്റി നന്നായി അറിയാം. പരമദിവ്യോത്തമ പുരുഷന്റെ വിഭിന്ന അംശമാണ് താനെന്നും തന്റെ സ്ഥാനം ഭൗതിക ലോകത്തിലായിരിക്കുമെന്നും അയാൾക്കറിയാം. സച്ചിദാനന്ദ സ്വരൂപനായ പരമപുരുഷന്റെ ഒരംശം എന്നതാണ് തന്റെ വ്യക്തിത്വമെന്നും ഭൗതികമാണ് ജീവിതമെന്ന ഭാവനയിൽ താൻ എങ്ങനെയോ കുടുങ്ങിപ്പോയതാണെന്നും അയാൾ മനസ്സിലാക്കുന്നു. ഇവിടെ നമ്മൾ നേരത്തെ പറയാറുണ്ട്, നമ്മുടെ ലോകം ഭൗതിക ലോകമല്ല, നമ്മൾ ആത്മീയ ലോകത്തിന്റെ ഭാഗമാണ്. നമ്മൾ ആത്മീയ ലോകത്തിൽ നിന്നാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ ഒരു ശാശ്വതമായ സത്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് ശരിയായ പാതയിലോട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ശ്രീമദ് മഹാഭാഗവതത്തിന്റെ 4-ാമത്തെ സ്കന്ധത്തില് മഹാദേവര് രുദ്രഗീതത്തിൽ പറയുന്നുണ്ട്. നമ്മൾ പണ്ട് രുദ്രഗീതം വായിച്ചിട്ടുണ്ട്. ആ രുദ്രഗീതത്തിൽ പറയുകയാണ് 66-ാമത്തെ ശ്ലോകത്തിൽ 4-ാമത്തെ സ്കന്ധത്തില് 24-ാമത്തെ ചാപ്റ്ററിൽ 4.24.67 പ്രമത്തം ഉച്ചേദികൃത്യ ചിന്തയാ പ്രവൃത്തലോഭ വിഷയേഷുരാലസം ത്വം അപ്രമത്ത സഹസ്രാഭിപദ്യസേ കുശിലേഭിനോഹിർ യുവാക്കും അന്ധകൈ. ഇവിടെ പറയുന്നത്, മൈ ഡിയർ ലോഡ്, ആൾ ലിവിങ് എൻറ്റൈറ്റീസ് വിത്തിൻ ദിസ് മെറ്റീരിയൽ വേൾഡ് ആർ മാഡ്. നമ്മൾ ഭ്രാന്തന്മാരാണ്. ഭൗതിക ലോകത്തിലെ എല്ലാ ജീവാത്മാക്കളും ഭ്രാന്തമായ അവസ്ഥയിലാണ്. എന്തിനാണ്? വേൾഡ് ആർ മാഡ് ആഫ്റ്റർ പ്ലാനിങ് ഫോർ തിങ്സ് ആൻഡ് ദേ ആർ ആൾവേസ് ബിസി വിത്ത് എ ഡിസൈർ ടു ഡു ദിസ് ഓർ ദാറ്റ്. ദിസ് ഈസ് ഡ്യൂ ടു അൺകൺട്രോളബിൾ ഗ്രീഡ്. അനിയന്ത്രിതമായ അത്യാഗ്രഹം. അതാണ് ആ ദീക്ഷ എടുക്കുന്ന സ്ഥലത്ത് കണ്ടത്. ഏതായാലും ഒരേ ഗുരുവിന്റെ കീഴിൽ ദീക്ഷ എടുക്കാമെന്നതാണ്. നീ അവിടെ ഇരുന്നാലെന്ത്, ഇവിടെ ഇരുന്നാലെന്ത്. പിന്നെ ചില റെഗുലേഷൻ, റൂൾസ് ആൻഡ് റെഗുലേഷൻ പറയുന്നത് സൈലന്റ്, നമ്മുടെ എന്താ പറയുന്നത്, ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏതൊരു ദേശിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തു ആ ദേശിൽ വന്നിരിക്കാൻ പറയുന്നു. അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നീ എൻ്റെ ആളാണ്, നമ്മളല്ലേ സുഹൃത്തുക്കൾ, നീ ഇവിടെ വന്നിരിക്കൂ എന്ന് പറയുമ്പോൾ അവിടെ
ഗ്രീഡ് വന്നു. അൺകൺട്രോളബിൾ ഗ്രീഡ് അവിടെ ഉണ്ടായി. ഇവിടെ വന്ന് ചാൻഡ് ചെയ്തെങ്കിലേ നീ രക്ഷപ്പെടുകയുള്ളൂ, അതുകൊണ്ട് എന്റെ ക്ലാസ്സിൽ നീ തീർച്ചയായും വരിക എന്ന് പറയുന്ന ആ ഒരു ഗ്രീഡ്, അൺകൺട്രോളബിൾ ഗ്രീഡ്. The greed for material enjoyment is always existing in the living entity. But your lordship, മഹാദേവൻ പറയുകയാണ്, but your lordship is always alert. ഭഗവാൻ ഇതെല്ലാം കാണുന്നുണ്ട്. And in due course of time, you strike him. അവിടെ തടയിടും. Just as a snake seizes a mouse and very easily swallows. ഒരു പാമ്പിനെ എലിയെ വിഴുങ്ങുന്നത് പോലെ ഭഗവാൻ ആ ഗ്രീഡിനെ അവിടെ തടയും. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ജീവിതത്തിൽ രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുള്ളവന് ആ ഗ്രീഡിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. അതല്ല ഇതെല്ലാം എൻ്റെ ഭാഗമാണ്, ഭൗതികാവസ്ഥയിലാണെങ്കിൽ ഇതിനെക്കാട്ടിയും ക്ലേശമാണ്, എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തത്, കണ്ടോ ഇത്രയെത്ര ഉപകാരങ്ങൾ ചെയ്തു തന്നു, അവൻ എന്നെ ഓർമ്മിക്കുന്നത് പോലെയില്ല എന്നുള്ള വാചകങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും. ആക്ച്വലി പ്രഭുപാദർ പറയുന്നുണ്ട് കൃഷ്ണ കോൺഷ്യസ് കമ്മ്യൂണിസം. കൃഷ്ണ കോൺഷ്യസ് കമ്മ്യൂണിസത്തെ പറ്റി പറയുന്നുണ്ട്. അതായത് ഇതെല്ലാം ഭഗവാന്റെ ഭാഗങ്ങളാണ്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഭഗവാനാണ് ചെയ്തു തരുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരം, നമ്മുടെ ജന്മം, നമ്മൾ ആസ്വദിക്കുന്ന വസ്തുക്കൾ, ഭോഗവസ്തുക്കൾ, ഭോക്താരം യജ്ഞ തപസ്സാം. അതുപോലെ തന്നെ ഈ ജീവാത്മാവ് എന്ന് പറയുന്നത് മനുഷ്യർ മാത്രമല്ല, 84 ലക്ഷം ജീവഗണങ്ങളും ഒരേ ആത്മാവിന്റെ ഭാഗമാണ്, പരമാത്മാവിന്റെ ഭാഗമാണ്, ഭഗവാന്റെ ഭാഗമാണ്. ഇങ്ങനെ എല്ലാവരെയും ഒരുപോലെ കാണുന്നതാണ് കൃഷ്ണ കോൺഷ്യസ് കമ്മ്യൂണിസം. അല്ലാതെ മനുഷ്യര് മാത്രമായിട്ട് പ്രജകൾ എന്ന് പറയുന്നതിനെ കമ്മ്യൂണിസം എന്ന് പറയാൻ പറ്റത്തില്ല. പ്രഭുപാദർ പറയുന്ന വാക്കുകളാണ്. ഇവിടെ നമ്മളെല്ലാവരെയും സമന്മാരായി കണ്ടിട്ട് ഇതൊന്നും എന്റേതല്ല, ഞാനല്ല ഇതെല്ലാം ചെയ്യുന്നത്, ഭഗവാന്റെ കിങ്കരനാണ്, ഭഗവാന്റെ സേവകനാണ് എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാവുമ്പോൾ മാത്രമേ, അവിടെയാണ് പരമസത്യം ഗ്രഹിച്ച ഒരാൾ ഭക്തിഭരിതമായ പ്രവൃത്തിയും ഫലാകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മവും തമ്മിലുള്ള വ്യത്യാസം നന്നായി അറിയുന്നത് കൊണ്ട് അയാളുടെ മനസ്സ് ഇന്ദ്രിയങ്ങളിലോ അവയ്ക്ക് വേണ്ടുന്ന മോഹങ്ങളിലോ വ്യാപരിക്കുന്നില്ല. ഇന്നലെ കുട്ടികളുടെ ക്ലാസ്സിൽ ജഗസാക്ഷി പ്രഭു നല്ലൊരു കഥ പറഞ്ഞു തന്നു. ഗോപകുമാരനും ഗോപാലനും തമ്മിലുള്ള ക്ലാസ്സിലെ കഥ ഇങ്ങനെയാണ്. ആ ഗോപകുമാരൻ എന്ന് പറഞ്ഞ ആ കുട്ടിക്ക് വളരെ പാവപ്പെട്ടവനാണ്, സാമ്പത്തികമായിട്ടൊന്നുമില്ല. ഇപ്പം പഠിച്ച് ആ ക്ലാസിന്റെ അവസാനം ഗുരുദക്ഷിണ കൊടുക്കണം. ഗുരുദക്ഷിണ കൊടുക്കാൻ വേണ്ടിയിട്ട് അധ്യാപിക, ടീച്ചർ എല്ലാവരെയും പറഞ്ഞു വിട്ടു. അപ്പൊ ഇഷ്ടമുള്ള ഓരോ ഗുരുദക്ഷിണ വിദ്യാർത്ഥികള് ഈ ടീച്ചറിന് കൊണ്ടു കൊടുക്കേണ്ട ദിവസം വന്നപ്പോൾ ഈ ഗോപകുമാരൻ അമ്മയോട് പറയുന്നു, അമ്മേ എനിക്ക് ഗുരുദക്ഷിണ കൊടുക്കണം, ടീച്ചർ പറഞ്ഞു വിട്ടിട്ടുള്ളതാണ്, ഗുരു പറഞ്ഞു വിട്ടിട്ടുള്ളതാണ്. അപ്പം അമ്മ പറയും ഗോപകുമാരന്റെ അടുത്ത്, ഇവിടെ ഒന്നും തരാനില്ല എന്ന് നിനക്കറിഞ്ഞുകൂടെ? വളരെ വിഷമിച്ചിട്ട് ആ കാട്ടിലൂടെ പോകുമ്പോൾ എന്നും ഈ ഗോപാലനെ കാണാറുണ്ട്. അപ്പൊ ഗോപാലന്റെ അടുത്ത് ഈ സങ്കടം പറയാൻ ചുരുക്കി പറയാണ്, ഈ ഗോപാലന്റെ സങ്കടം പറയും. അപ്പൊ ഗോപാലൻ പറയും, വിഷമിക്കേണ്ട, ഞാൻ ഒരു മൊന്ത പാല് തരാം, ഒരു പാത്രം പാല്, ആ പാല് കൊണ്ടുപോയി ഗുരുദക്ഷിണയായി കൊടുക്കുമെന്ന് പറയും. ഇങ്ങനെ വളരെ വിലപിടിപ്പുള്ള സാധനങ്ങള് ദക്ഷിണയായിട്ട് മറ്റു വിദ്യാർത്ഥികള് ഈ അധ്യാപികയ്ക്ക് കൊടുക്കുമ്പം ഈ ഗോപകുമാരനുള്ള ചെറിയ ബാലൻ ഒരു കിണ്ടി പാല് കൊണ്ട് ടീച്ചറിന്റെ കൊണ്ട് കൊടുക്കുമ്പം ടീച്ചർ നെറ്റി വിളിച്ചു, നീ എന്നെ കളിയാക്കുകയാണ്, കണ്ടില്ലേ മറ്റു കുട്ടികളെല്ലാം കൊണ്ടുവന്ന ദക്ഷിണകൾ, നീ എനിക്ക് ഒരു ഗ്ലാസ് പാല് മാത്രം കൊണ്ടുവന്നു കൊണ്ട് സ്വീകരിച്ചില്ല, മാറ്റിവെച്ചിട്ട് എന്നിട്ട് കളിയാക്കി പറഞ്ഞു, നീ
ഈ പാലെടുത്ത് ഈ കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുത്തേക്കാൻ പറഞ്ഞു. ഒരു ചെറിയൊരു കിണ്ടിയിലെ പാലാണ്, ഒരു മൊന്തയിലെ പാലാണ് കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ ഈ ഗോപകുമാരൻ ആ ആജ്ഞയെ ശിരസാ വഹിച്ചുകൊണ്ട് ഒരു ഗ്ലാസ് എടുത്തിട്ട് എല്ലാവർക്കും ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങി. ഇത്രയും പേർക്ക് കൊടുത്തിട്ടും അവസാനവും ആ മൊന്തയിലെ പാല് അതുപോലെ ശേഷിച്ചിരുന്നു. നമുക്ക് പ്രത്യക്ഷമായ ഉദാഹരണമാണ് ജഗന്നാഥപുരിയിലെ പ്രസാദം. ജഗന്നാഥപുരി എന്ന് പറഞ്ഞാൽ പ്രസാദം കൊണ്ട് നമ്മുടെ ജീവാത്മാവിനെ രക്ഷപ്പെടുത്താനുള്ള ഒരേ ഒരു മാർഗം, ഒരേ ഒരു ധാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരീധാമാണ്. അവിടെ അടുക്കടുക്കായിട്ട് വെച്ചിരിക്കുന്ന നിവേദ്യം, ആ നിവേദ്യം ഉണ്ടാക്കുന്ന കലം ഒരേ സമയം ഏറ്റവും താഴെയാണ് തീ കത്തിക്കുന്നത്. അതേസമയം ഏറ്റവും ആദ്യം വേകുന്നത് ഏറ്റവും മുകളിലത്തെ കലത്തിലെ പ്രസാദമാണ്, നിവേദ്യമാണ്. ഇപ്പോഴുമുള്ള ഒരു അനുഭവ സത്യമാണ്, റിയൽ ട്രൂത്ത്. നമ്മൾ പ്രത്യക്ഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. മഹാദേവനും സാക്ഷ്യപ്പെടുത്തിയത്. ഭഗവാനെ എല്ലാം ഭൗതികതയിൽ അവന്റേതാണെന്നുള്ള മിഥ്യാഹങ്കാരത്താൽ അഹങ്കരിക്കുന്നു. പക്ഷേ കൃഷ്ണ, നീ എല്ലാത്തിന്റെയും ഓണർഷിപ്പ് എടുത്തിട്ടുള്ള പരമനിയന്താവായ അങ്ങ് പാമ്പിന്റെ വായിൽ എലി ഇരിക്കുന്നത് പോലെ അങ്ങ് എല്ലാവരെയും ബന്ധപ്പെടുത്തുന്നു, കൺട്രോൾ ചെയ്യുന്നു. അവിടെ ഭഗവാൻ വിട്ടും. ഈ പ്രസാദത്തിന്റെ മറ്റൊരു ഫലം എന്ന് പറയുന്നത്, എത്ര ആയിരം പേര് പുരിയിൽ വന്നു കഴിഞ്ഞാലും ഈ കലങ്ങളിലെ പ്രസാദം കൊണ്ട് മാത്രം സെർവ് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും കൊടുത്തു തീർക്കാൻ പറ്റും. അതുപോലെ ഈ ഗോപകുമാരൻ എല്ലാവർക്കും ഈ പാല് കൊടുത്തു. അധ്യാപകയ്ക്ക്, ഗുരുവിന് അത്ഭുതമായി. അതോടൊപ്പം തന്നെ ദേഷ്യവും വന്നു. എന്ത് മാജിക്കാണ് നീ കാണിച്ചത്? നീ എന്താണിത് കൊണ്ടുവന്നിരിക്കുന്നത്? നീ എവിടുന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, എനിക്ക് എൻ്റെ ജ്യേഷ്ഠൻ തന്നതാണ് എന്ന് പറഞ്ഞു. നിനക്ക് ജ്യേഷ്ഠനോ? നിനക്ക് ജ്യേഷ്ഠൻ ഇല്ലല്ലോ. അപ്പോൾ എനിക്ക് ജ്യേഷ്ഠനുണ്ട്, ഗോപാലൻ എന്നാണ് പേര്, കാട്ടിലാണ് വസിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ എനിക്ക് കാണണമെന്ന് പറഞ്ഞു. അധ്യാപികയും കൂടെ കുട്ടികളും ഒക്കെ ആയിട്ട് ആ കാട്ടിൽ വന്നു. ഈ ഗോപകുമാരൻ ഈ ഗോപാലനെ വിളിച്ചു, ജ്യേഷ്ഠ വരൂ, എൻ്റെ ഗുരുവിന് അങ്ങേ കാണണമെന്ന് പറയുന്നു. അപ്പോൾ അവിടെ പതിവ് പോലെ ഗോപാകുമാരന് പ്രത്യക്ഷപ്പെടാറുള്ളത് പോലെ അന്ന് അവിടെ സംഭവിച്ചില്ല. അധ്യാപികയ്ക്ക് ദേഷ്യം വന്നു. നിന്റെ ജ്യേഷ്ഠനെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് വന്നില്ലല്ലോ, നീ കള്ളം പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് അടിക്കാൻ തുടങ്ങിയപ്പോൾ അവിടുന്ന് ഒരു ശബ്ദം വന്നു, ഗോപകുമാര, നീ വിളിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ഇന്ന് നിന്റെ അടുത്ത് വരികയില്ല. നിന്റെ അധ്യാപക കൂടെ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് വരാത്ത. കാര്യം, നിന്റെ അധ്യാപികയ്ക്ക് നീ പറയുന്ന വാക്കുകളിൽ വിശ്വാസമില്ല എന്ന്. വിശ്വാസമില്ലാത്ത ഒരാൾക്ക് ഞാൻ തീർച്ചയായിട്ടും എത്തുകയില്ല എന്ന്. ഇവിടെ നമുക്ക് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് കാര്യം, നമ്മളിവിടെ ഭഗവത്ഗീത വായിക്കുമ്പം അതൊരു ടൈം പാസോ ഞാനെന്ന വ്യക്തിയോ അല്ല. അപ്പം എൻ്റെ ഒരു ശബ്ദമാണ് എന്ന് വിചാരിച്ച് തീർച്ചയായിട്ടും വരാതിരിക്കുകയോ വരികയോ ചെയ്യും. ഇത് ഭഗവാന്റെ വചനങ്ങളാണ്, ഭഗവാൻ നേരിട്ട് പറയുന്നതാണ്. ഈ വാക്കുകളെല്ലാം ഭഗവാൻ നിങ്ങളുടെ മുന്നിൽ നേരിട്ട് വന്ന് സംസാരിക്കുന്നതായിട്ട് കാണണം. പ്രഭുപാദര് പറയുന്നുണ്ട് അവിടെ, സാക്ഷാത്തരുത്തേന സമസ്ത ശാസ്ത്രേ ഉക്തസ്തഥാ ഭവ്യ യേവ സഭ്യേ കിന്തു പ്രഭോര്യ പ്രേവ തസ്യ വന്ദേ ഗുരു ശ്രീ ചരണാരവിന്ദം. ശാസ്ത്രകത്തിൽ പറയുന്നു. പ്രഭുപാദരുടെ ഫർദർ എക്സ്പ്ലനേഷനിലാണ്. ഇവിടെ എല്ലാം ഭഗവാൻ ഉണ്ടോ എന്ന് പ്രഭുപാദരുടെ ഒരു റിപ്പോർട്ടർ ചോദിക്കുമ്പം യെസ് ഉണ്ട്. ഹ്യൂമൻ ഫോം, യെസ് ഹ്യൂമൻ ഫോം, പക്ഷെ കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പം ഭൗതികമായതാണ് ഹ്യൂമൻ ഫോം. ഈ ഹ്യൂമൻ ഫോം എന്ന് പറയുന്നത് മനുഷ്യനെ പഞ്ചമഹാഭൂതങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നതാണ്. ഈ പഞ്ചമഹാഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ ശബ്ദം ആ പഞ്ചമഹാഭൂതങ്ങളിൽ പെട്ടതാണ്. അപ്പൊ ഇവിടെ പ്രത്യക്ഷമായി ഭഗവാൻ വന്നു നിൽക്കുന്നത് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന ശബ്ദത്തിൽ നിങ്ങളുടെ മുന്നിൽ ഭഗവാൻ വന്നിരിക്കുന്നു. വീണ്ടും റിപ്പോർട്ടർ ചോദിച്ചു,
എന്നാലും ഒരു ഹ്യൂമൻ ഫോമിൽ അർജുനന് കണ്ടതുപോലെ എങ്ങനെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. നീ അർജുനനാകാൻ ശ്രമിക്കും. നീ അർജുനനായി കഴിഞ്ഞാൽ നിനക്ക് തീർച്ചയായിട്ടും നിനക്ക് പേഴ്സണൽ ഫോമിൽ കാണാമെന്നും പ്രഭുപാദര് മറുപടി പറയും. അപ്പൊ ഇവിടെ പറയുന്നത്, സോ ബട്ട് യു ആർ പ്രീച്ചിങ് ദ ഹോളി നെയിം ഓഫ് ഗോഡ്. യെസ്, ദാറ്റ് ഈസ് മൈ ബിസിനസ്. പ്രഭുപാദര് പറയും, അത് എന്റെ ബിസിനസ് ആണെന്ന് പറയും. ബട്ട് ദെൻ ബൈ യുവർ ഓൺ വേർഡ്സ് യു ആർ ഗോഡ്. പ്രഭുപാദര് പറഞ്ഞു, ഞാനും ഇപ്പൊ നിങ്ങളും ഭഗവാനാണോ എന്ന് ചോദിച്ചപ്പോൾ പ്രഭുപാദർ ആൻസർ യെസ്, ഞാനും ഭഗവാനാണെന്ന്. പിന്നെ പ്രഭുപാദര് പറയാണ്, ബട്ട് ദാറ്റ് ഡസ് നോട്ട് മീൻ ഐ ആം ഗോഡ്, ബട്ട് ഐ ആം ഈക്വൽ ടു ഗോഡ്, ഓർ അറ്റ്ലീസ്റ്റ് യു ഷുഡ് സീ ലൈക്ക് ദാറ്റ്. ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് എ ഗുരു, ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ശിക്ഷാഷ്ടകത്തിലെ ശ്ലോകം പറയുന്നത്. സാക്ഷാധരുത്തേന സമസ്ത ശാസ്ത്രേ ഉക്തസ്തദാ ഭവ്യ അതേവ ശബ്ദേ ഹിന്ദു പ്രഭോര്യാ പ്രിയേവ തസ്യ വന്ദേ ഗുരു ശ്രീ ചരണാരവിന്ദം. വന്ദേ ഗുരു ശ്രീ ചരണാരവിന്ദം. വന്ദേ ഗുരു ശ്രീ ചരണാരവിന്ദം. ഇവിടെ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഭഗവാനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോൾ ഒരൊറ്റ ഇത് മാത്രമേ, ഒരു കാര്യം മാത്രമേ നമ്മൾ ചിന്തിക്കാവൂ. ഇത് മണിലാൽ പ്രഭുവിന്റെ ക്ലാസ് അല്ല, അല്ലെങ്കിൽ നമ്മളിലേക്ക് സുശീം പ്രഭുവിന്റെ ക്ലാസ് അല്ല. ഈ ഇരിക്കുന്ന പ്ലാറ്റ്ഫോം ഭഗവാനെ നമ്മൾ നേരിട്ട് കാണാനുള്ള ഒരു സുവർണ അവസരമാണ്. നമ്മൾ ഭഗവത്ഗീത വായിക്കുമ്പോൾ നമ്മൾ ഭഗവാനെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഭഗവാന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഭഗവാനെ നേരിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മണിക്കൂർ തീർച്ചയായിട്ടും ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ഞാൻ ഭഗവാനെ കേൾക്കും എന്നാണ് നമ്മുടെ മനസ്സ്. ഇല്ലെങ്കിൽ മിഥ്യ അഹങ്കാരം കൊണ്ട് മോഹിതനായ ജീവാത്മാവ് മഹാദേവര് പറയുന്നത് പോലെ, അല്ലെങ്കിൽ എന്നെ പോലെ താനാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് ചിന്തിക്കുന്നു. വാസ്തവത്തിൽ പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ് അവ നിർവഹിക്കുന്നത്. ഹരേ കൃഷ്ണ. ഇതിന്റെ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും വെൽക്കം. സുശീം പ്രഭു, ഹരേ കൃഷ്ണ, പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. ഞാൻ അല്ല, പ്രഭു ഇങ്ങനെ ഈ ക്ലാസ് എടുക്കുന്നവരും ഇതിലൊക്കെ ഇത് മെയിനായിട്ട് കൊണ്ട് നടക്കുന്നവരും ഒക്കെ ഈ ഒരു വികാരത്തിന് അടിമപ്പെടുന്നു എന്നുള്ളത് വളരെ കഷ്ടമാണ്. പക്ഷെ അത് ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. ആളുകൾ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പ്രശ്നം ക്ലാസ്സിൽ വരുന്നു, ഒരേ ക്ലാസ്സിൽ പോകുന്നു, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ എല്ലാവരിലും കാണുന്നു. പക്ഷെ പലരും അത് പ്രകടിപ്പിക്കുന്നില്ല. ചിലരത് പ്രകടിപ്പിച്ച് പോകുന്നു, ചിലർ ഒഴിവാക്കാൻ നോക്കുന്നു. അവർക്കറിയാം അത് ശരിയല്ല എന്ന്. പക്ഷെ അത് ഇന്ത്യൻ ചെറിയ തോതിലോ വലിയ തോതിലോ എല്ലായിടും ഉണ്ട്. അങ്ങനെ വരുന്നു. അത് മനുഷ്യന്റെ ഒരു കലികാലത്തിന്റെ ഒരു പ്രശ്നമാവാം. അത് ഒഴിവാക്കാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. എന്തായാലും ഇതിലോട്ടൊക്കെ വരുന്നവർക്ക് അതാണ് അതിന്റെ റിസ്ക്കും. അവരറിയാതെ അവരുടെ ക്ലാസ്, അവരുടെ സത്സംഗം അങ്ങനെയൊക്കെ ആയിപ്പോകും. അത് മനുഷ്യരുടെ ഒരു പ്രോബ്ലം ആയിരിക്കാം. അത് കാണുന്നുണ്ട് എല്ലായിടവും, സട്ടിലായിട്ടും എല്ലായിടവും അല്ലാതെ എല്ലാ ലെവലിലും കാണും. അവരവരുടെ ഗുണം കൊണ്ടോ അല്ലെങ്കിൽ പ്രകൃതി ഗുണം കൊണ്ട് ആണിതൊക്കെ നടക്കുന്നതെന്ന് വളരെ വ്യക്തമായി പറഞ്ഞാലും എന്തൊക്കെ അനുഭവം വന്നാലും ഇത് നിലനിൽക്കും. അത് ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പ്രകൃതിയെ ക്രിയമാണാനി. പ്രഭാത് വളരെ വലിയൊരു എക്സ്പ്ലനേഷനാണ് കൊടുക്കുന്നത്. വായിച്ചു കഴിഞ്ഞാൽ തീരത്തില്ല. പലയിടത്തും പല രീതിയിലാണ് ലെക്ചേഴ്സ് കൊടുത്തേക്കുന്നത്, പല സിറ്റുവേഷൻ അനുസരിച്ചിട്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ അതെ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മളുടെ കഴിവ് കൊണ്ടല്ല ഇതൊന്നെല്ലാം പോകുന്നെന്നുള്ള തിരിച്ചറിവ് മാത്രമാണ് വരേണ്ടത്. അറ്റ്ലീസ്റ്റ് അത് പറയുന്നെങ്കിലും ഉണ്ട്. നിവേദ് എന്തോ പറയാനുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, എന്താണ്?
ഇല്ല ഒന്നുമില്ല. ലൈക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, എക്സാം എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട്. ഓക്കെ, എക്സാം എല്ലാം കഴിഞ്ഞിട്ട് ഷുവർ ആയിട്ട് ചെയ്യാം. എനിക്ക് ഈ വീക്കും കൂടെ ഉള്ളൂ. തീർച്ചയായിട്ടും. രാജ്മോഹൻ പ്രഭു പറഞ്ഞ സമയബന്ധിതമായിട്ട് തീർക്കുന്നത് രാജ്മോഹൻ പ്രഭുവിനെ കാണാനേ ഇല്ല. കഴിഞ്ഞ ആഴ്ചയുള്ള കംപ്ലൈന്റാ പറഞ്ഞത്, അത് മാത്രം ഞാൻ കേൾക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. വന്നിട്ടുണ്ടോ? അവിടെ ഉണ്ടോ? ജയപ്രകാശ് പ്രഭു പറഞ്ഞോളൂ. ഒന്നുമില്ല ബ്രോ. ശ്ലോകമായിട്ട് ബന്ധപ്പെട്ട് ഓഫീസിൽ പോയി തുടങ്ങി. എല്ലാരും റിക്കവർ ആയി. ക്വാറന്റൈൻ പീരീഡ് ഈസ് ഓവർ. എല്ലാവർക്കും വന്നോ? എക്സെപ്റ്റ് കീർത്തന. അവിടെ ലീഡ് ചെയ്യാൻ ഒരാളെ വേണ്ടേ? ഭഗവാൻ അതിന് കീർത്തനയെ വെച്ചു, നീ ലീഡ് ചെയ്തോളാം, ബാക്കി അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇവിടെയാണ് മയത്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗത് വിപരിവർത്തത എന്ന് പറയുന്നത്. ഭഗവാൻ ഓരോ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മൾ പറയുന്ന പല ആധ്യാത്മികമായി പ്രവർത്തിക്കുന്നവർക്കും ഭൗതികമായി പ്രവർത്തിക്കുന്നവരുടെയും മുന്നിൽ രോഗമെന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കും. നമ്മൾ നോക്കും, പുറത്തുനിന്ന് തേർഡ് പാർട്ടി നോക്കുമ്പം രണ്ടുപേരും അസുഖബാധിതരായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇപ്പൊ നമുക്കറിയാൻ പറ്റും, ഇവിടെ ഈ ഒരു രോഗം ബാധിച്ചിട്ട് പലരും പല രീതിയിലാണ് അനുഭവിക്കുന്നത്. ചിലർക്ക് വളരെ സാഹസിക, വളരെ എന്താ പറയാ, അനുഭവിക്കാൻ വളരെ പ്രയാസമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയും തളർന്നു പോയിട്ടുണ്ട്. അങ്ങനെ തളർന്നു പോയിട്ട് ജീവിതത്തിൽ എന്തിന് അർത്ഥം എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് റിസൈൻ ചെയ്തു പോയ കുടുംബങ്ങളുണ്ട്. ഇവിടുന്ന് സത്യം പറയുകയാണ്, അവര് ഡിസപ്പോയിന്റഡ് ആയിട്ട് എന്റെ കൂടെ ജോലി ചെയ്ത ഒരു ഫാമിലി അവിടെ പിന്നെ ജയപ്രകാശ് പ്രഭുവിന്റെ ആ ബിൽഡിങ്ങിൽ താമസിക്കുന്നു. ഡിസപ്പോയിന്റഡ് ആയിട്ട് ഇനി ജീവിതത്തെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു അർത്ഥമില്ല എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ വാരി കൂട്ടിയിട്ട് എന്ത് കാര്യം എന്ന് പറഞ്ഞിട്ട് ഇത്രയൊക്കെ മതി വന്നിട്ട് പെട്ടെന്ന് റിസൈൻ ലെറ്റർ എഴുതി കൊടുത്തു. വിത്തിൻ 1 വീക്ക് ഡിസിഷൻ എടുത്തു പോയി, മതി എന്ന് പറഞ്ഞു. ഇവിടെ അപ്പം അത്രയധികം വേദന അദ്ദേഹം സഹിച്ചു. അദ്ദേഹം ബ്ലാക്ക് ആയി, സ്കെലിറ്റായി. അതേസമയം ഇതൊന്നും വരാതെ ഒന്നും അറിയാതെ വന്നു പോയവരുമുണ്ട്. അപ്പം ഇത് എന്ന് പറയുന്നത് പോലെ ഒരു സ്പിരിച്വലൈസ്ഡ് പേഴ്സണും മെറ്റീരിയലൈസ്ഡ് പേഴ്സണും തേർഡ് പാർട്ടി നോക്കുമ്പോൾ രണ്ടുപേർക്കും ഒരേപോലെ രോഗമായിരിക്കും, പക്ഷെ അവരനുഭവിക്കുന്ന വേദനകളിൽ വ്യത്യാസം. അതൊരു സത്യമാണ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ് ഇതെടുത്തിരിക്കുന്നത്. ഒരു ചെറിയൊരു വൈബ്രേഷണൽ ചാൻഡിങ് പവർ കൊണ്ട്, ഹരേ കൃഷ്ണ മഹാമന്ത്രം പവർ കൊണ്ട്, അതായത് ഞാൻ നിലയം പറഞ്ഞ ഒരു എക്സാമ്പിൾ, ഒരുപാടുള്ള എക്സാമ്പിൾ ആണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയുന്നു. സയനൈഡ് ഒരു ചെറിയൊരു പൊട്ട്, ഒരു തുണ്ട്, ഒരു അംശം എടുത്ത് നാവിൽ വെക്കുമ്പോൾ പെട്ടെന്ന് ശരീരം മരിക്കുന്നത് പോലെ ചെറിയ ഒരു ഹരേ കൃഷ്ണ മഹാമന്ത്രം ആ ചാൻഡിങ് പവർ കൊണ്ട് പ്രത്യക്ഷമായ, കലിയുഗത്തിലെ പ്രത്യക്ഷമായ ദൈവമാണ്, ഭഗവാനാണ്, കൃഷ്ണനാണ്. ആ ഒരു വൈബ്രേഷണൽ ചാൻഡിങ് പവർ കൊണ്ട് നമ്മുടെ ശരീരത്തെ മൊത്തം ഉജ്ജീവിപ്പിക്കും. അത് സത്യമാണ്. ഭഗവത്ഗീത വായിക്കുന്നതിലൂടെ ഭഗവാൻ നമ്മുടെ ആ ഒരു ശരീരം മൊത്തത്തെ ഇൻഫ്ലുവൻസ് ചെയ്യും. ആ ഒരു വൈബ്രേഷണൽ പവർ കൊണ്ടിട്ട് ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ മാറും. അത് ശബ്ദം നമ്മളെ നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളത് ആധുനിക ശാസ്ത്രത്തിലും അടിവരയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അതിന് 2 വാദങ്ങളില്ല എന്നർത്ഥം. സാധാരണഗതിയിൽ പൗരാണിക ശാസ്ത്രത്തെ പറയുമ്പം 2 വാദഗതികൾ നിന്ന് ആധുനിക ശാസ്ത്രം അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം വൈബ്രേഷണൽ പവർ 2 വാദമില്ല, ഒറ്റ വാദമേ. അപ്പോൾ കലിയുഗത്തിൽ നമ്മളെ നേരായ രീതിയിൽ നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ അത് കൃഷ്ണ എന്ന വാക്ക് നമ്മുടെ ശരീരത്തിനകത്ത് വരണം. ആ ഒരു വൈബ്രേഷൻ, ആ ഒരു വാക്ക് വന്നെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. ഹരേ കൃഷ്ണ. ശിവമാതായുടെ അടുത്ത് ഒരു ഗസ്റ്റ് വന്നിരിക്കുന്നു. അവര് വന്നിട്ടുണ്ട്, ആരതിക്കൊക്കെ വന്നിട്ട് വന്നിട്ടുണ്ട്. അതെ, എനിക്ക് കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്നു. സന്തോഷം വന്നത് പിറന്നാൾ അല്ലെ ആഘോഷിക്കാൻ വന്നതാണോ? അവര് സർപ്രൈസ് ആയി വന്നതാണ്, അറിയില്ല, വരുന്നൊന്നും പറഞ്ഞില്ല. സ്വീറ്റ് കൊണ്ടുവന്നതാണോ? സ്വീറ്റ് വാങ്ങിക്കാൻ വന്നതാണോ? സ്വീറ്റ് വാങ്ങിക്കാൻ വന്നതാണ്. ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ?
സീറ്റ് അവരെ കൊണ്ടുവന്നതാ. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. രാജ്മോഹൻ പ്രഭു പറഞ്ഞോളൂ. ഞാൻ നേരത്തെ നിർത്തി ഇന്ന് പേടിച്ചിട്ട്, പറഞ്ഞോളൂ. രാജ്മോഹൻ പ്രഭു ഒരു ചെറുപ്പക്കാരനായിരിക്കുന്നു. നല്ലതാണ് പ്രഭു.